Good morning to all of you. Today we are going to discuss types of average. Averages can be grouped under three broad classes. First one, mathematical averages. These are called mathematical averages because their values are computed through the mathematical equations. First one, arithmetic average or mean. Second one, geometric mean, and third one, harmonic mean. Second classification, positional averages. These are called positional averages because their values are determined by locating their position in the series of the variables. First one, median. Second one, mode. Third one, quartiles, deciles, and percentiles. Then third group is miscellaneous averages. First one, moving average. Second one, progressive average, and third one, composite average. ആദ്യമായി നമ്മൾ ഇവിടെ പഠിക്കുക സിമ്പിൾ അരിത്മെറ്റിക് ആവറേജ് ഓർ മീൻ എന്നുള്ളതാണ്. അരിത്മെറ്റിക് മീൻ പ്രധാനമായിട്ടും സിമ്പിൾ അരിത്മെറ്റിക് മീനും ഉണ്ട്, വെയ്റ്റഡ് അരിത്മെറ്റിക് മീനും ഉണ്ട്. അതിൽ സിമ്പിൾ അരിത്മെറ്റിക് മീനാണ് നമ്മൾ ആദ്യം പഠിക്കുക. An arithmetic average may be defined as the quotient obtained by dividing the total of the values of a variable by the total number of their observations or items. നമുക്ക് ഏതെങ്കിലും കുറേ ഐറ്റംസ് തന്നിരിക്കും. ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് മാർക്സ്, 10 കുട്ടികളുടെ മാർക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ വേരിയബിൾസ് ആണ്. ആ മാർക്ക് 10 കുട്ടികളുടെ മാർക്ക് നമുക്ക് ലഭിക്കുന്നു. അതിൽ നിന്നും അതിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ 10 കുട്ടികളുടെ ഇവിടുത്തെ നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നത് 10 ആണ്. 10 സ്റ്റുഡൻസ് ആണ്. ആ ഓരോ കുട്ടിയുടെയും മാർക്ക് തന്നിട്ടുണ്ട്. അത് ആഡ് ചെയ്യുക. അത് കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് സിഗ്മ എക്സ് കിട്ടും. ആ കൂട്ടിയെടുക്കുന്ന വാല്യൂവിനെ നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട്. അപ്പോൾ അതിൻ്റെ മീൻ കിട്ടും. അപ്പോൾ അതാണ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ n എന്ന് പറയുക. മീൻ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ കാണാം, ഡിസ്ക്രീറ്റ് സീരീസിലേത് കാണാം, കണ്ടിന്യൂസ് സീരീസിലുള്ളതും കാണാം. ആദ്യം നമ്മളിവിടെ മനസ്സിലാക്കുക ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ അഥവാ ഇൻഡിവിജ്വൽ സീരീസിൽ ഒരു അരിത്മെറ്റിക് മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുക എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ n. സിഗ്മ എക്സ് എന്ന് പറയുക എല്ലാ വേരിയബിൾസും കൂടെ ടോട്ടൽ ചെയ്യുന്നതാണ് സിഗ്മ എക്സ്. n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. എക്സ് ബാർ എന്നത് സൂചിപ്പിക്കുക അരിത്മെറ്റിക് മീനിനെയാണ് സൂചിപ്പിക്കുക. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ വേരിയബിൾ മാത്രം, ആ വാല്യൂസ് മാത്രം ക്വസ്റ്റ്യനിൽ തരുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക. ഇപ്പം മാർക്കാണെങ്കിൽ ആ 10 കുട്ടികളുടെ മാർക്ക് മാത്രം നമുക്ക് നൽകുന്നു. അതാണ് എന്തെന്ന് പറയുക, ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുക. ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അവിടെ 10 കുട്ടികളുടെ റോൾ നമ്പരും അവരുടെ മാർക്സുമാണ് തന്നിരിക്കുക. അതിൽ നിന്നും അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 10 കുട്ടികളുടെ മാർക്കിൻ്റെ ആവറേജ് കാണണം. അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുക എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ n ആണ്. എക്സ് ബാർ എന്ന് പറയുന്നത് അരിത്മെറ്റിക് മീൻ ആണ്. സിഗ്മ എക്സ് എന്ന് പറയുന്നത് ആ മാർക്കുകളുടെ എല്ലാം ടോട്ടലാണ്. n എന്ന് പറയുന്നത് എത്ര മാർക്കുണ്ട് എന്നുള്ളതാണ്, എത്ര കുട്ടികളുടെ മാർക്കുണ്ട് എന്നുള്ളതാണ്, നമ്പർ ഓഫ് ഐറ്റംസ് ആണ്.
അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അതിൻ്റെ വാല്യൂസ് എല്ലാം മാർക്സ് എല്ലാം 1 by 1 ആയിട്ട് എഴുതുക. 30, 40, 50, 60, 70, 80, 50, 70, 90 ആൻഡ് 50. അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 590. അപ്പോൾ ഇവിടെ നമുക്ക് സിഗ്മ എക്സ് എന്ന് പറയുക 590 ആണ് കിട്ടുക. എൻ എന്ന് പറയുന്നത് 10 ആണ്. അത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 590 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 59. അപ്പോൾ 10 കുട്ടികളുടെ മാർക്കുകൾ നമുക്ക് തന്നിരിക്കുന്നു. അത് 30 മുതൽ 90 വരെയുള്ള മാർക്കുകൾ നമുക്കുണ്ട്. അപ്പോൾ അതിൽ ആ മാർക്കുകളുടെ ആവറേജ് എന്ന് പറയുക 59 ആണ്. ഇതാണ് ആ മാർക്സിൻ്റെ 10 കുട്ടികളുടെ മാർക്സിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുക. എക്സ് ബാർ ഈസ് ഈക്വൽ ടു 50. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ അരിത്തമെറ്റിക്കൽ മീൻ ഇൻഡിവിജ്വൽ സീരീസിലുള്ളത് ഷോർട്ട് കട്ട് മെത്തേഡിലും ചെയ്യാം. ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നതാണ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുക. എക്സ് ബാർ എന്ന് പറയുന്ന അരിത്തമെറ്റിക് മീനാണ്. എ എന്ന് പറയുക അസ്യൂംഡ് മീനാണ്. ഡി എന്ന് പറയുന്നത് അസ്യൂംഡ് മീനിൽ നിന്നുള്ള വേരിയബിൾസിൻ്റെ ഡീവിയേഷൻസ് ആണ് ഡി എന്ന് പറയുക. ദാറ്റ് ഈസ് അതുകൊണ്ട് ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എ. എക്സ് എന്ന് പറയുന്നത് ഓരോ വേരിയബിൾ ആണ്. ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് മാർക്കാണ്. ആ ഓരോ കുട്ടിക്കും കിട്ടിയ മാർക്ക് മൈനസ് അസ്യൂംഡ് മീൻ. അപ്പോൾ നമുക്ക് ഡി കിട്ടും. എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ഈ രീതിയിലായിരിക്കും നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 10 കുട്ടികളുടെ മാർക്കാണ്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ കുട്ടികളുടെ മാർക്ക് ഇനി നമ്മളത് മാർക്കാണ് ഇവിടുത്തെ വേരിയബിൾ. അതുകൊണ്ട് മാർക്ക് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുക. മാർക്ക് എക്സ് ആണ്. ഓരോ കുട്ടികളുടെ മാർക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതനുസരിച്ച് എഴുതുക. 30, 40, 50, 60, 70, 80, 50, 70, 90 ആൻഡ് 50. ഇതിന് ശേഷം നമ്മൾ ഇതിനൊരു അസ്യൂംഡ് മീൻ എടുക്കുക. അപ്പോൾ അസ്യൂംഡ് മീൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മാർക്കാണ് നമ്മളുടെ വേരിയബിൾ. അതിൽ നിന്നും അതിൻ്റെ ലോവസ്റ്റ് എക്സ്ട്രീം എടുക്കേണ്ട, ഹയസ്റ്റ് എക്സ്ട്രീമും എടുക്കേണ്ട, നമ്മളതിൻ്റെ മിഡിലിൽ വരുന്ന ഒരു വാല്യൂ എടുക്കുക. ഏകദേശം മിഡിലായിട്ട് വരുന്ന ഒരു വാല്യൂ എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് സപ്പോസ് 60 നമ്മൾ അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്നു. 60. അപ്പോൾ അങ്ങനെ 60 അസ്യൂംഡ് മീനായിട്ട് എടുത്താൽ അടുത്ത് നമ്മളെ സംബന്ധിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡി ആണ്. ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ആണ്. എ എന്ന് പറയുന്ന അസ്യൂംഡ് മീൻ, എക്സ് എന്ന് പറയുന്ന ഓരോ വേരിയബിളും. അപ്പോൾ ഇവിടെ 30 എന്ന് പറയുന്നത് എക്സ്, എക്സ് മൈനസ് എ, അതായത് അസ്യൂംഡ് മീൻ 60. അപ്പോൾ 30 മൈനസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 30 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് 40 മൈനസ് അസ്യൂംഡ് മീൻ 60. 40 മൈനസ് 60 എന്ന് പറയുക 20 ആയിരിക്കും, മൈനസ് 20 ആയിരിക്കും. അങ്ങനെ തുടർന്ന് 50 മൈനസ് 60 മൈനസ് 10 ആയിരിക്കും. 60 മൈനസ് 60, എക്സ് എന്ന് പറയുന്നത് 60, അസ്യൂംഡ് മീൻ എന്ന് പറയുന്നതും 60, അപ്പോൾ 0 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് 70 മൈനസ് 60 എന്ന് പറയുമ്പോൾ പ്ലസ് 10 ആയിരിക്കും. നെക്സ്റ്റ് 80 മൈനസ് 60 പ്ലസ് 20 ആയിരിക്കും. നെക്സ്റ്റ് 50 മൈനസ് 60 മൈനസ് 10 ആയിരിക്കും. നെക്സ്റ്റ് 70 മൈനസ്
60 പ്ലസ് 10 ആയിരിക്കും. നെക്സ്റ്റ് 90 മൈനസ് 60 പ്ലസ് 30 ആയിരിക്കും. ദെൻ 50 മൈനസ് 60 മൈനസ് 10 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുക, ഇവിടെ മൈനസ് ഫിഗേഴ്സും പ്ലസ് ഫിഗേഴ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ആയതിനാൽ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുക, പ്ലസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് പ്ലസ് 70 ആണ് കിട്ടുക. ദെൻ മൈനസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 80 ആണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? മൈനസ് 10 ആണ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുക? സിഗ്മ ഡി എന്ന് പറയുക. സിഗ്മ ഡി എന്ന് പറയുന്നത് മൈനസ് 10 ആണ്. ഇനി നമ്മളത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ഡിവൈഡഡ് ബൈ എൻ എന്നാണ്. എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അസ്യൂംഡ് മീൻ 60 ആണ്. 60 പ്ലസ് സിഗ്മ ഡി എന്ന് പറയുന്നത് മൈനസ് 10 ആണ്. ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നതും 10 ആണ്, നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 60 പ്ലസ് മൈനസ് 1, അതായത് 10 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയാൻ 1 ആണ്. ദാറ്റ് ഈസ് 60 മൈനസ് 1 എന്നാണ് വരിക. ദാറ്റ് ഈസ് 60 മൈനസ് 1 ഈസ് ഈക്വൽ ടു 59. അപ്പോൾ നമ്മളുടെ എക്സ് ബാർ എന്ന് പറയുക എന്തായിരിക്കാം? 59 ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ അസ്യൂംഡ് മീനിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും മീൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇൻഡിവിജ്വൽ സീരീസിൽ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്താലും ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്താലും അതിൻ്റെ ആൻസർ ഒന്ന് തന്നെയാണ്. ഇവിടെ അത് 59 ആണ്. ഇവിടെ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻഡിവിജ്വൽ സീരീസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഡയറക്റ്റ് മെത്തേഡിലും ഷോർട്ട് കട്ട് മെത്തേഡിലും ചെയ്യുക. അത് സോൾവ് ചെയ്ത് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇന്നെടുത്ത ക്ലാസ്സിൻ്റെ നോട്ട്ബുക്കിലേക്ക് എഴുതുകയും ചെയ്യുക. നിങ്ങളിത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ തന്നെ പ്രോബ്ലം ചെയ്താൽ മതി. എന്നിട്ടത് അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. താങ്ക് യു.